റഷ്യയിലെ കർസു മേഖലയിലെ ആണവ നിലയത്തിൽ ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണം. വൻ തീപിടുത്തമുണ്ടാവുകയും ആണവ നിലയത്തിലെ സംവിധാനങ്ങൾക്ക് കേടുപാടുണ്ടാവുകയും ചെയ്തു. ആണവ വികിരണമോ മറ്റ് ആളപായമോ ഇല്ല എന്ന് റഷ്യ അറിയിച്ചു. എന്നാൽ ആക്രമണം ഉക്രൈൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഉക്രൈന് സൈനിക സഹായം വാഗ്ദാനം ചെയ്ത് കാനഡ മുന്നോട്ട് വന്നിട്ടുണ്ട്. റഷ്യയിലെ സ്റ്റുലുഗ തുറമുഖത്തും ഉക്രൈൻ ഇന്നലെ ഡ്രോണാക്രമണം നടത്തിയിരുന്നു. നേരത്തെ ഉക്രൈൻ ആക്രമണത്തിൽ തീപിടിച്ച നൊവാഷ്കാട്ടിൻസ്ക് എണ്ണ സമ്പുഷ്ടീകരണശാലയിൽ 4 ദിവസമായി അണയാതെ തീ കത്തുകയാണ്. ദിവസം 1 ലക്ഷം ബാരൽ എണ്ണ ശുദ്ധീകരിക്കുന്ന കേന്ദ്രമാണിത്. കഴിഞ്ഞ ദിവസം രാത്രി 95 ഉക്രൈൻ ഡ്രോണുകൾ തകർത്തെന്ന് റഷ്യയും 48 റഷ്യൻ ഡ്രോണുകൾ തകർത്തെന്ന് ഉക്രൈനും അവകാശപ്പെട്ടു. അതേസമയം ഉക്രൈനിലേക്ക് കനേഡിയൻ സൈന്യത്തെ അയക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ഉക്രൈന്റെ 34ാം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയെത്തിയ കാർണി കീവിലെ പ്രസംഗത്തിലാണ് ഇക്കാര്യം പരാമർശിച്ചത്. ഉക്രൈന് $69.5 കോടി സൈനിക സഹായം ഇന്നലെ നോർവേ പ്രഖ്യാപിച്ചിരുന്നു. വ്യോമ പ്രതിരോധ മിസൈലുകൾക്കായാണ് ഇത് ഉപയോഗിക്കുക. അതേസമയം ഉക്രൈനിലെ ഡൊണറ്റ്സ് മേഖലയിൽ 2 ഗ്രാമങ്ങൾ കൂടി തങ്ങളുടെ അധീനതയിലാണെന്ന് റഷ്യ അവകാശപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.